മുത്തുണീസ ഇന്നിപ്പം രാവിലെ തന്നെ നമ്മളെ പോലീസ് സ്റ്റേഷൻ വൈബാണ്. രാവിലെ തന്നെ നമ്മളെ കൊണ്ടോട്ടി പോലീസ് സ്റ്റേഷനിലാണ് നമ്മള് എന്താണ് പോസ്റ്റ് ആയിട്ട് നിൽക്കുന്നത്. നമ്മളെ തമിഴ്നാട്ടിൽ നിന്ന് ഒരു പോലീസ് വണ്ടി വന്നിക്കാണ്, വലിയൊരു കാരവന്. വലിയൊരു പോലീസ് വണ്ടി വന്നിക്കണ്. എന്തിന്? നമ്മളെ നാട്ടിലെ ഒരാളെ പിടിച്ചുകൊണ്ട് പോവാന്. അപ്പം ഒരു പോലീസ് വണ്ടിയില് 4-5 പോലീസുകാരുണ്ട്. ഒരാളെ പിടിച്ചുകൊണ്ടാകാൻ വേണ്ടി വന്നതാണ്. അപ്പൊ നമ്മളെ മലയാളികൾ എന്ന് പറയുന്നത് എത്ര കേട്ടാലും കണ്ടാലും പഠിക്കൂല. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പൊ നമ്മള് ഒരു വഴിയിലൂടെ പോവാണ്, എടാ അവിടെ മുള്ളുണ്ട് അങ്ങോട്ട് പോണ്ടാന്ന് ബാക്കിലുള്ള ആള് എത്ര പറഞ്ഞാലും മെയിൻ്റെ ചെയ്യൂല. അങ്ങോട്ട് പോകും. അവിടെ പോയിട്ട് കാലില് മുള്ളു കുത്തിയിട്ട് തിരിഞ്ഞു നിൽക്കാണ്ട് എടാ അവിടെ മുള്ളുണ്ടായിരുന്നടാ എന്ന് പറയും. അതാണ് നമ്മളെ മലയാളികള്. എത്ര കേട്ടാലും എത്ര കണ്ടാലും പഠിക്കൂല. പഠിക്കണം എന്നുണ്ടെങ്കിൽ കൊണ്ടാലേ പഠിക്കൂ. അപ്പൊ ഈ വീഡിയോ എല്ലാവരിലേക്കും ഷെയർ ചെയ്ത് കൊടുക്കട്ടാ, കാരണം ഒരുപാട് ആളുകൾക്ക് ഉപകാരപ്പെടും. അപ്പൊ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിലേ, എന്റെ ഫ്രണ്ടിന്റെ ഒരു ഫ്രണ്ട്, അവന്റെ ഒരു ഫ്രണ്ട്, എന്റെ ഫ്രണ്ടിന്റെ ഒരു ഫ്രണ്ട്, അവന് ഇവന്റെ അടുത്തുനിന്ന് ഇവന്റെ അക്കൗണ്ട് നമ്പർ വാങ്ങിയടാ, എനിക്ക് കുറച്ച് ക്യാഷ് എന്റെ അക്കൗണ്ടിൽ എന്താ ബിസിനസ് ആവശ്യത്തിന് എന്തിനോ ആണ്, എന്റെ അക്കൗണ്ടിലേക്ക് ഇടാൻ പറ്റില്ല, നിന്റെ അക്കൗണ്ടിലേക്ക് ഇടണം, നിന്റെ അക്കൗണ്ട് നമ്പറും എന്റെ ക്രെഡിറ്റ് കാർഡും ഒന്നും കൊണ്ടാ, ഞാൻ ഇതൊന്ന് നിന്റെ അക്കൗണ്ടിലേക്ക് ഇട്ടിട്ട് പൈസ എടുത്തുകാണ്ട് അങ്ങ് തിരിച്ചു തരാറുണ്ട്. വാങ്ങിയിട്ട് അവന് അത് കൊടുത്തും ചെയ്തു. പിന്നെ അവൻ അത് മെയിൻറ്റെയിൻ ചെയ്തില്ല. കാരണം ഇവന്റെ ഈ അക്കൗണ്ട് അത്ര യൂസ് ചെയ്യാതെ വെച്ചൊരു അക്കൗണ്ടാണ്. അപ്പം അവനെ മെയിൻറ്റെയിൻ ചെയ്തില്ല. പക്ഷെ ആ അക്കൗണ്ടിലേക്ക് 20 ചില്ലറ ലക്ഷം, കറക്റ്റ് 27 ലക്ഷം അങ്ങ് എന്താണ് കറക്റ്റ്, അത്രയും അമൗണ്ട് വന്നു. എന്നിട്ട് അവനത് എടുത്തു. മറ്റേ ചെങ്ങായിണ്ടല്ലോ, അവനത് എടുത്തു. അവന്റെ കാര്യങ്ങളൊക്കെ ചെയ്തു പോയി. വിട്ട് ഒരു സുപ്രഭാതത്തിൽ തമിഴ്നാട്ടിൽ നിന്ന് ഒരു വലിയൊരു കാരവനില് 4-5 പോലീസുകാർ വന്നുകാണ്ട് ഓന്റെ വീട്ടിൽ വന്നാണ്ട് ഓനെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയി. പിന്നെ നേരെ കൊണ്ടോട്ടി പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയിട്ട്, എന്നിട്ട് നമ്മൾ അവിടെ ചെന്നപ്പോഴാണ് കാര്യങ്ങൾ മനസ്സിലായത്. ഇത് വലിയൊരു തട്ടിപ്പിന്റെ ഒരു ഭാഗമാണ്. കാരണം നമ്മൾ കുറെ ന്യൂസിലും കാര്യങ്ങളിലൊക്കെ കണ്ടിട്ടുണ്ടാവും, കുറെ വീഡിയോസുകളൊക്കെ കേട്ടിട്ടുണ്ടാവും. അക്കൗണ്ട് ഡീറ്റെയിൽസ് ആർക്കും കൊടുക്കരുത്, നമ്മളെ ഈ ഗെയിമിങ്ങിന്റെ പൈസ എന്നൊക്കെ പറഞ്ഞുകാണ്ട് ആളുകള് പൈസ പിന്നെ ഒരു 10 ലക്ഷം ഇട്ടാല് നമുക്ക് ഒരു 10,000-20,000 തരും. ആ പൈസ എടുത്തു കൊടുത്താൽ മതി ഓൽക്ക്. അങ്ങനത്തെ ഒരു കുറെ ആളുകൾ, കുറെ കുട്ടികളെ കയ്യിൽ പെട്ടു എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ ന്യൂസുകളൊക്കെ കേട്ടിട്ടുണ്ടായിരുന്നു. ഈ സെയിം മെത്തേഡ്, അതായത് തമിഴ്നാടുള്ള ഒരാളുടെ 2,20,00,000 മോഷ്ടിച്ചു, ഓൺലൈനിലൂടെ മോഷ്ടിച്ചു. 2 കാരണമാണ് ആ പോലീസുകാരനോട് സംസാരിച്ചപ്പോൾ മൂപ്പര് പറഞ്ഞത്. ഒന്ന്, നമ്മളെ അക്കൗണ്ട് ഹാക്ക് ചെയ്ത് കണ്ട് ആ പൈസ വിഡ്രോ ചെയ്യാൻ ഉള്ള ഒരു തട്ടിപ്പ്. കാരണം ഇവർ ഒരു ഗ്യാങ്, ഒരു ചങ്ങലാണ് ഇത്. ഇഷ്ടം പോലെ ആളുകളുണ്ട് ഇതിന്റെ പിന്നില്. നമ്മളിപ്പം ഇവൻ പെട്ടു, ഇവന്റെ ഫ്രണ്ട് ഇവനെ പെടുത്തി. പക്ഷെ ഇവന്റെ ഫ്രണ്ടിനെ വേറെ ആരോ പെടുത്തിയതാണ് എന്നാണ് അറിയാൻ കഴിഞ്ഞത്. അവനും അല്ല യഥാർത്ഥ ഇതിന്റെ ബാക്കിലുള്ള ആള്. ഇത് വലിയൊരു ചങ്ങലയാണ്. അപ്പൊ ഒരു കാരണവശാലും അക്കൗണ്ട് ഒരാൾ ചോദിക്കുമ്പോൾ ആ ഡീറ്റെയിൽസ് കൊടുക്കരുത്. കൊടുക്കരുത് തന്നെ, നമ്മളെ അക്കൗണ്ട് പല ആളുകൾക്ക് അക്കൗണ്ട് നമ്പർ കാര്യങ്ങൾ നമ്മൾ കൊടുക്കലുണ്ട്. പക്ഷെ ഈ വലിയ അമൗണ്ട് അതിലേക്ക് വന്നു കഴിഞ്ഞാൽ അത് എവിടുന്ന് വന്നു, എങ്ങനെ വന്നു, എന്തിനു വന്നു ഉള്ള കംപ്ലീറ്റ് ഡീറ്റെയിൽസ്. ഇപ്പൊ നമുക്കിപ്പോ എന്തെങ്കിലും നമ്മളെ ഒറ്റ സുഹൃത്ത് വല്ല വീട് പണിയോ അല്ലെങ്കിൽ എന്തെങ്കിലും ബിസിനസ്സോ വല്ല വണ്ടിക്കച്ചവടോ എന്തിനെങ്കിലുമൊക്കെ പൈസ ചില സാഹചര്യത്തിൽ മറിക്കേണ്ടി വരാറുണ്ട്. അങ്ങനെ വന്നാലും നിങ്ങൾ എന്ത് ചെയ്യണം, അത് പൈസ വന്ന പാടെ എടുത്തിട്ട് അങ്ങോട്ട് കൊടുക്കരുത് അവർക്ക്. ഇത് എവിടുന്ന് വന്നു, എന്തിനു വന്നു, ആരെ പൈസ, ഫുൾ ഡീറ്റെയിൽസ് എടുത്തിട്ടേ കൊടുക്കാവും. വലിയ അമൗണ്ട് ഒന്നും അക്കൗണ്ട് നമ്പർ കൊടുക്കാതിരിക്കുന്നതാ നല്ലത്. വല്ല 100, 500, 1000, 10,000, 20,000, 50,000 പോയിക്കോട്ടെ, 1 ലക്ഷമോ പോയിക്കോട്ടെ, നമുക്ക് എന്തെങ്കിലും കാട്ടാൻ പറ്റും എന്ന് വിചാരിക്കാം. ഇത് 25 ലക്ഷം, 40 ലക്ഷം, 50 ലക്ഷം ഒക്കെയാണ് അക്കൗണ്ടിലേക്ക് വരുന്നത്. ഓല അത് എടുത്തിട്ട് ഈ പൊട്ടനാണ് ഈ ചെക്ക് എഴുതി കൊടുത്തത്. പൈസ ഇതിൽ കിട്ടൂല, 25,000 കിട്ടുള്ളൂ എന്ന് പറഞ്ഞാണ്ട് ചെക്ക് ഒപ്പിട്ട് കൊടുത്തത്. എന്താ ചെയ്യാ, നമ്മളെ ഏറ്റവും അടുത്ത ഏറ്റവും വിശ്വസ്തനായ ഒരാളാണ് ഈ ചെയ്യുന്നത്. അപ്പൊ നമ്മൾ സ്വാഭാവികമായിട്ടും കൊടുക്കും. ഓന് 2 ചെക്ക് വേണടാ, 2 ലക്ഷം റുപ്യാണ് എടുക്കാനുള്ളത്, ഇതിൽ കിട്ടൂല എന്ന് പറഞ്ഞാൽ നമ്മള് സ്വാഭാവികമായിട്ട് കൊടുക്കും. പക്ഷെ അവൻ പോയിട്ട് എടുക്കണ 25 ലക്ഷം 30 ലക്ഷം ഒക്കെ ആയിരിക്കും. അപ്പം ഒരു കാരണവശാലും ഇങ്ങനെ ഒരു സ്കാമിൽ പെടാതിരിക്കുക. പെട്ട് കഴിഞ്ഞാൽ 8ന്റെ പണി കിട്ടും. ഇതിപ്പം ഈ പോലീസുകാരെ ഞങ്ങളോട് പറഞ്ഞതെന്ന് വെച്ചാൽ, ഞാൻ ഒരാളോട് സംസാരിച്ചു, കുറെ കാര്യങ്ങളൊക്കെ സംസാരിച്ചു. പിന്നോട് പറഞ്ഞത്, തമിഴ്നാട്ടിലുള്ള ഒരു വ്യവസായിയുടെ 2,20,00,000 മോഷണം പോയി.
അതിൽ നിന്ന് വന്ന 27 ലക്ഷം എങ്ങാണ്ടാണ് ഇവന്റെ അക്കൗണ്ടിലേക്ക് വന്നിട്ടുണ്ട്. ഇവന്റെ അക്കൗണ്ടിലേക്ക് വന്ന ഈ 27 ലക്ഷത്തിന് മാത്രമേ ഇവൻ ഉത്തരവാദി. ഇവന്റെ അടുത്ത് ഈ ക്യാഷ് ഉണ്ടെന്നുണ്ട് 27 ലക്ഷം എടുത്തു കൊടുത്താൽ ഓന പോലീസ് കൊണ്ടുപോകില്ല, ഓൻ കയ്യിൽ നിന്ന് ഊരി പോവാ. ഇതിപ്പോ പോലീസ് ഓനെ കൊണ്ടുപോയി, ആദ്യം കൊണ്ടുപോയി സ്റ്റേഷനിൽ കൊണ്ടുവന്നു. എന്നിട്ട് പിന്നെ അവിടുന്ന് ഓനെ പിന്നെ മജിസ്ട്രേറ്റിന്റെ മുന്നിൽ ഹാജരാക്കിയിട്ട് അവിടുന്ന് നേരെ തമിഴ്നാട്, ചെന്നൈ പിന്നെ ജയിലിൽ കൊണ്ടുപോയിട്ടു. ഇനിയിപ്പോ നമ്മളും അതിന്റെ പിന്നാലെ നടക്കണം, ജാമ്യം എടുക്കാൻ വേണ്ടി വക്കീലിനും കൊണ്ട് അതിന്റെ പിന്നാലെ നടക്കണം. ഒരു വലിയ ചോറയാണ്. ഇതിനൊരു തീരുമാനമാക്കി കൊടുക്കും വേണം. ആ പോലീസുകാർക്ക് മനസ്സിലായിക്കണം ഇവനല്ല ഇത് ചെയ്തത്, ഇവൻ അതിൽ പെടുത്തിയതാണെന്നൊക്കെ ആ പോലീസുകാർക്ക് മനസ്സിലാക്കണം. അവരെന്താ ചെയ്യേണ്ടതെന്നൊക്കെ ഡീറ്റെയിൽസ് കംപ്ലീറ്റ് നമുക്ക് പറഞ്ഞു തന്നു. പക്ഷെ അവനെ കൊണ്ടുപോകല്ലാതെ വേറെ വഴിയില്ല. കാരണം നിയമത്തിന്റെ മുന്നിൽ ഇവനാണ് കുറ്റക്കാരൻ, മറ്റാളല്ല. മറ്റാൾ ചെയ്തതാണ്, ഇവനെ ചതിച്ചതാണെന്നൊക്കെ ഓൾക്ക് മനസ്സിലായിക്കണേ. പക്ഷെ നിയമത്തിന്റെ മുന്നിൽ ഇവനാണ് കുറ്റക്കാരൻ. മറ്റോ മുങ്ങിയും ചെയ്തു. എന്ത് കാട്ടാനാ? അപ്പം ഈ പൈസ 2,20,00,000 ഈ അക്കൗണ്ടിലേക്ക്, ഈ ഒരു തമിഴ്നാട്ടിലെ ഒരു വ്യവസായിയുടെ പൈസ മോഷണം പോയി. അതൊരു പക്ഷേ അക്കൗണ്ട് ഹാക്ക് ചെയ്തതാകാം, അല്ലെങ്കിൽ മറ്റേ സ്റ്റോക്ക് മാർക്കറ്റ് ഉണ്ടല്ലോ അതിന്ന് വലിച്ചതാവാം എന്നൊക്കെ പറയപ്പെടുന്നത്. അതൊക്കെ ഇപ്പം ഈ ഇന്റർനെറ്റ് യുഗത്തിൽ പല ജാതി ഹാക്കിങ്ങും നടക്കുന്നുണ്ട്. നമുക്കൊന്ന് ചിന്തിക്കാൻ പറ്റുന്നതിന് അപ്പുറത്തേക്കുള്ള പരിപാടികളൊക്കെ നടക്കുന്നുണ്ട്. അങ്ങനെ എങ്ങനെയോ വന്ന ഒരു സംഭവമാണ്. അപ്പം എന്ത് തന്നെ ആയാലും നമുക്ക് പറയാനുള്ള ഒന്നേ ഉള്ളൂ, എന്ത് തന്നെ ആയാലും നമ്മൾ അക്കൗണ്ട് വലിയൊരു എമൗണ്ട് ട്രാൻസ്ഫർ ചെയ്യാൻ, അല്ലെങ്കിൽ ഒരു വലിയ എമൗണ്ട് നമ്മൾ അക്കൗണ്ടിലേക്ക് ഇട്ടിട്ട് അത് വേറൊരാൾക്ക് എടുത്ത് കൊടുക്കാൻ നിങ്ങൾ ശ്രമിക്കാതിരിക്കുക. നിങ്ങൾക്കൊരു 5,000, 10,000, ചിലപ്പോൾ 50,000 കിട്ടിയെന്ന് തരും. ഒരു 27 ലക്ഷം ഇടുമ്പോൾ ഒരു 50,000 നിങ്ങൾക്ക് കിട്ടിയെന്ന് തരും. പക്ഷെ അതുകൊണ്ട് നിങ്ങൾ പെടും. പിന്നീട് ആ 27 ലക്ഷം നിങ്ങൾ വെച്ചു കൊടുക്കേണ്ടി വരും. അതാണ് അവസ്ഥ. അപ്പം ഈ വീഡിയോ എല്ലാവരിലേക്ക് എത്തിക്കുക. ഇങ്ങനെ നടക്കുന്ന ഈ പരിപാടി, ഒരുപാട് ന്യൂസുകളും ഒരുപാട് വീഡിയോസ് ഇതിനെ മുന്നേയും വന്നിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, മലയാളികൾ കണ്ടാലോ കേട്ടാലോ പഠിക്കൂല, പഠിക്കണം എന്നുണ്ടെങ്കിൽ കൊള്ളണം. ഇവന്റെ ഏറ്റവും അടുത്ത ഒരു സുഹൃത്തിനാണ് ഇത് കൊടുത്തിട്ടുള്ളത്. ഇവൻ പറയുന്നുണ്ട്, അവനോട് ചോദിക്കുന്നുണ്ട്, അതാ ഇത് തട്ടിപ്പോ മറ്റു സ്കാമോ കാര്യങ്ങളൊന്നും അല്ലല്ലോ, ഇന്നെ തെരഞ്ഞു പോലീസ് വരൂലല്ലോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പൊ അവൻ പറഞ്ഞത്, എടാ അത് ഇന്റെ പൈസടാ, അത് എനിക്ക് വേണ്ടിയിട്ടാണ്, എനിക്കറിയില്ലേ എന്നാണ് ഇവൻ പറഞ്ഞിട്ടുള്ളത്. ഇവനാ വേറെ ആരോ ക്യാൻവാസ് ചെയ്ത് കണ്ട് ഇതിൽ പെടുത്തിയതാണ്. ഇപ്പൊ ഇവിടെ പെട്ടിരിക്കുന്നത് ഈ അവസാനത്തെ അക്കൗണ്ട് ഡീറ്റെയിൽസ് കൊടുത്ത ആള് മാത്രമാണ്. അവന് ഈ 27 ലക്ഷത്തിന് പരിഹാരം ഉണ്ടാക്കി കൊടുക്കണം. ആ 2,20,00,000 27 ലക്ഷം എങ്ങാണ്ട് മാത്രമേ ഇവന്റെ അക്കൗണ്ടിലേക്ക് വന്നിട്ടുള്ളൂ. ബാക്കിയുള്ളതൊക്കെ വേറെ ഏതൊക്കെ ആരുടെയൊക്കെയോ അക്കൗണ്ടിലാണ്. ഈ പോയ എല്ലാരും പൊക്കും. അവര് ഇന്ത്യയിൽ എവിടെയാണെങ്കിലും പൊക്കും. ഇപ്പൊ ഇവന്റെ വീട്ടിൽ ഒരു സുപ്രഭാതത്തിൽ ഒരു രാവിലെ പിന്നെ പോലീസ്, തമിഴ്നാട് പോലീസ് വലിയൊരു കാരവനും വിളിച്ചുകാണ്ട് വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എല്ലാരുടെ അടുത്തും വരും, എല്ലാരും പൊക്കും. അതിന് പരിഹാരം നമ്മൾ കാണേണ്ടി വരും. അപ്പൊ ഒരു കാരണവശാലും എന്ത് തന്നെ സംഭവിച്ചാലും നമ്മൾ അക്കൗണ്ടിലേക്ക് വലിയൊരു എമൗണ്ട് ഇടാൻ ഒരാളെയും സമ്മതിക്കരുത്. അവരോട് പോയി അക്കൗണ്ട് എടുക്കാൻ പറയണം. അത് ഏറ്റവും അടുത്ത സുഹൃത്തായാലും സമ്മതിക്കരുത്. ഇജ്ജ് പോയി എന്റെ അക്കൗണ്ട് കിട്ടോ, എന്റെ അക്കൗണ്ട് തരൂല എന്ന് തന്നെ പറഞ്ഞു വെക്കണം. പിന്നെ ഇവനെ കാണൂല. ഇതൊരു ചങ്ങലാണ്. ഇതിൽ ആരൊക്കെ നിങ്ങളെ കൂടെ നിൽക്കുന്ന ആളുകൾ ഇതിലെ കണ്ണികളായിരിക്കും. ചിലപ്പം നിങ്ങളെ ഏറ്റവും വിശ്വസ്തൻ, നിങ്ങളെ നമ്പൻ ഇതിലെ കണ്ണിയായിരിക്കും. നിങ്ങളെ ഒരവസരം കിട്ടാൻ നിൽക്കാരം നിങ്ങളെ പൂട്ടാൻ. അപ്പൊ സൂക്ഷിച്ചോളി, എല്ലാരും സൂക്ഷിച്ചോളി. ഒരു കാരണവശാലും അക്കൗണ്ട് കൊടുക്കരുത്, വലിയൊരു എമൗണ്ട് ഇടാൻ വേണ്ടി കൊടുക്കരുത്. ഇനി കൊടുക്കേണ്ട സാഹചര്യത്തിൽ നിർബന്ധിതമായിട്ട് കൊടുക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ഒരിക്കലും ചെക്ക് ചെയ്ത് കൊടുക്കുകയോ പിന്നെ നിങ്ങളെ ക്രെഡിറ്റ് കാർഡ് ഡെബിറ്റ് കാർഡ് കൊടുക്കുകയോ ചെയ്യരുത്. ഈ അക്കൗണ്ടിൽ പൈസ വന്നിട്ട് അത് എവിടെ നിന്ന് വന്നു, എങ്ങനെ വന്നു എന്ന് മനസ്സിലാക്കിയിട്ട് മാത്രമേ ആ പൈസ എടുത്ത് കൊടുക്കാവൂ. അല്ലെങ്കിൽ ആ പൈസക്ക് നിങ്ങൾ ഉത്തരവാദിയാവും, പോലീസ് വരും, പൊക്കും. ഇങ്ങനെ ഒരുപാട് കോടിക്കണക്കിന് രൂപ എയറിൽ കറങ്ങി കളിക്കുന്നുണ്ട്. ഇതൊക്കെ നിങ്ങളെപ്പോലത്തെ ഓരോ ആളുകളെ ചൂണ്ടയിട്ട് കാത്തിരിക്കണം അവര്, അക്കൗണ്ട് നമ്പർ കാര്യങ്ങൾ കിട്ടാൻ വേണ്ടിയിട്ട്. കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങളെ അവര് പൂട്ടും. ഈ ഹാക്ക് ചെയ്യുന്ന ആളുകൾക്ക് ഈ ഹാക്ക് ചെയ്ത പൈസ ഡയറക്റ്റ് ഓല അക്കൗണ്ടിൽ ഇടാൻ പറ്റൂല. അങ്ങനെ ഇട്ടിട്ട് ഓല പിടിക്കൂലേ, ഡയറക്റ്റ് ഓല പിടിക്കും. അതുകൊണ്ടാണ് ഇങ്ങനത്തെ കുറെ പാവങ്ങൾ അതിൽ പെടുത്തിയിട്ട് അവർ ചുളിവിൽ ക്യാഷ് ഉണ്ടാക്കുന്നത്. ഇവര് 1 കോടി കട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഓൽക്ക് ചിലപ്പോൾ 50 ലക്ഷം കിട്ടുള്ളൂ. ബാക്കി 50 ലക്ഷം ഇതേപോലെ സ്പ്രെഡ് ചെയ്താണ്ട് ഓരോ ഏജന്റുമാർക്ക് കൊടുക്കാണ്. അപ്പൊ വെറുതെ കിട്ടുന്ന പൈസ ആണല്ലോ ഓൽക്ക്. അപ്പൊ അതാണ് പരിപാടി. അപ്പൊ ഒരിക്കലും ഇനി പൈസ വലിയ എമൗണ്ട് ഇടാന് നിങ്ങൾ അക്കൗണ്ട് ഒരാൾക്കും കൊടുക്കരുത്. ഓക്കെ, അത്രേ ഉള്ളൂ. കൊടുത്താ പെട്ടു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു 1.5 പെടലേക്കാരം കുടുംബം വിൽക്കേണ്ടി വരും. അപ്പൊ ടാറ്റ ബൈ. ഈ മെസ്സേജ് എല്ലാവരിലേക്ക് എത്തിക്കുക. ഇനി ഒരാൾ ഇതിൽ പെടാതിരിക്കട്ടെ. കൊള്ളണം എന്ന് വിചാരിച്ച് കാത്തിരിക്കരുത്. കേട്ടാലും കണ്ടാലും അതൊരറിവാണ്. കൊണ്ടാലേ പഠിക്കൂ എന്ന് വാശി പിടിക്കരുത് മലയാളികൾ.
ഓക്കെ, അപ്പൊ ടാറ്റ, ബൈ.